മേത്തല സ്നേഹാലയ കുടുംബക്ഷേമ സമിതി 25ാം വാർഷികം ആഘോഷിച്ചു. മേത്തല സ്നേഹാലയ കുടുംബക്ഷേമ സമിതിയുടെ 25ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം MS മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞാൽ കുറേ സംസ്കരിക്കപ്പെട്ട ആളുകളുടെ കൂട്ടം. അപ്പോൾ സംശയം വരില്ല, സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമ്യക് കൃതി ഇത് സംസ്കാരം, റിഫൈൻമെൻറ്റ് ഓഫ് ആക്ഷൻ. നമ്മൾ 10 വർഷം മുൻപ് നമ്മളെ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് നമ്മളെ സംസ്കരിച്ച് ഈ രീതിയിൽ സംസ്കാര സമ്പന്നരാക്കി മാറ്റിയതിൽ കുറേ ആൾക്കാർക്ക് പങ്കുണ്ട്. നമ്മുടെ പാരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ, ഒപ്പം എന്താ പറയുക, ഈ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, സമാന ഹൃദയമുള്ള ആളുകളൊക്കെയാണ് നമ്മളെ മാറ്റിയെടുത്തത്. അപ്പോൾ ഈ സംഘടനയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഓർമ്മ വരുന്നൊരു കഥയാണ്, സ്ഥിരം പറയാറുള്ളതാണ്. ഒരു നാട്ടിൽ ഒരിക്കൽ ഒരു ബിഷപ്പ് തൻ്റെ ഇടവകയിൽ എന്തൊക്കെ ആഘോഷ കമ്മിറ്റി കൺവീനർ AN ലാലൻ സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ VK വേണു അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ഗ്രീഷ്മ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നെ അറിയാം, എൻ്റെ പരിപാടി കണ്ടിട്ടുണ്ടെന്നുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. ഞാൻ ഗ്രീഷ്മ രാമചന്ദ്രൻ. സമയം കിട്ടുന്ന പോലെ മൊബൈൽ എടുക്കുക, യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കുക, ഗ്രീഷ്മ രാമചന്ദ്രൻ. ഇന്ന് തന്നെ അടിക്കണോട്ടെ, കാരണം നമ്മളൊക്കെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു, ഞാനടക്കം. അപ്പം അതുകൊണ്ട് ഓർമ്മശക്തി കുറവായിരിക്കും. അപ്പോൾ ഈ ഓർമ്മ പോണേക്കാൾ മുമ്പ് ഇന്ന് തന്നെ പോയിട്ട് കൈയോടെ ചൂടോടുകൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ കുറേ വീഡിയോസ് വരും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കേരളം കത്തണം, മനസ്സിലായ? എന്നിങ്ങനെ ആക്കിയത് ജനങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ ഫിസിക്സ് പഠിച്ചിട്ട് അവിടെ ചെന്ന് ഈ ഐൻസ്റ്റീനെ ന്യൂട്ടനെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് 13 വർഷം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ അമൃത TVയിൽ ചെന്നിട്ട് നമ്മുടെ നാട്ടിലെ സുമേഷിനെയും രമേഷിനെയും പുഷ്പൻ ചേട്ടനെയും എടുത്തിട്ട് കഥാപാത്രങ്ങളാക്കിയിട്ടാണ് കോമഡി പറഞ്ഞ് ഫലിപ്പിച്ചത്. അപ്പോൾ ഇനി എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെ യൂട്യൂബിൽ കയറുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, മോള് സൂപ്പർ. അതുപോലെ സമയം കിട്ടുകയാണെങ്കിൽ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ദേവി അവൾക്ക് നല്ലത് മാത്രം വരുത്തണേന്ന്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, പിന്നെ ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണെന്നില്ല അമ്മാമ്മേ. അമ്മാമ്മ അങ്ങനെ വിചാരിക്കൂല. എന്നാലും ദൈവത്തിനൊരു പ്രത്യേകത, ആ രഹസ്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ വേറെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഈ നാട്ടുകാർക്ക് മാത്രം പറഞ്ഞു തരണുള്ളൂ കേട്ടോ. അതായത് ഈശ്വരനൊരു പ്രത്യേകത ഉണ്ട്. ഈശ്വരൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കേൾക്കൂല, പുള്ളി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ കേൾക്കുള്ളൂ. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ PR സുനിൽകുമാർ, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ EK റനീഷ്, SNDP യൂണിയൻ മുൻ സെക്രട്ടറി KC രാധാകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ ചികിത്സാ സഹായ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ രമാദേവി, ശ്രീവിദ്യാപ്രകാശിനി സഭാ പ്രസിഡന്റ് പ്രൊഫസർ CG ചന്താമരാക്ഷൻ, പരസ്പര സഹായ കുടുംബ യൂണിറ്റ് സെക്രട്ടറി വിശ്വംഭരൻ, കാക്കനാട്ടുകുന്ന് മരണാനന്തര സഹായ സംഘം പ്രസിഡന്റ് ഭരതവിക്രമൻ തമ്പി, ആഘോഷ കമ്മിറ്റി ഖജാൻജി TK ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാടൻ പാട്ടുകളും കലാരൂപങ്ങളും അവതരിപ്പിച്ചു.